ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് TP ചന്ദ്രശേഖരൻ വധത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചത്. അതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധി വളരെ അപൂർവമായ വിധികളിൽ ഒന്നാണ്. കേരളം ഭരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയായ CPM-ന് ചന്ദ്രശേഖരൻ വധത്തിലും ഗൂഢാലോചനയിലും കൃത്യമായ പങ്കുണ്ടായിരുന്നു എന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല, ഈ പ്രതികളിൽ ജയിലിൽ കിടക്കുന്നവരുടെ കുടുംബത്തിന് പാർട്ടി എല്ലാ മാസവും അവരുടെ കുടുംബത്തെ സഹായിക്കുന്നുണ്ട് എന്നുകൂടി പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ടിൽ പുറത്തു വന്നിരിക്കുക. അപ്പോൾ കൊലയാളികളെ കണ്ടെത്തുകയും അവരെ കൊണ്ട് കൊല നടത്തിക്കുകയും അവർ ജയിലിൽ പോയി കഴിയുമ്പോൾ കൊലയാളികളുടെ കുടുംബത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാൻ എന്തും ചെയ്യാൻ മടിക്കാത്ത ക്രൂരന്മാരായ ഒരു സംഘം നേതാക്കന്മാരാണ് കേരളത്തിലുള്ളത്. അവരാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത് എന്നത് കേരളത്തെ വീണ്ടും നമ്മൾ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇവരെ കണ്ടാണ് ഇവരുടെ കുട്ടികളും പഠിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു SIയുടെ കർണപുടമാണ് ഇവരുടെ വിദ്യാർത്ഥി സംഘടനയായ SFI നേതാക്കന്മാരെ അടിച്ചു പൊട്ടിച്ചത്. കഴിഞ്ഞ ദിവസം പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ 2ാം വർഷ വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ചു. അത് കൊലപാതകമാണ് എന്ന് കുടുംബം പരാതിപ്പെട്ടിരിക്കുകയാണ്. നെടുമങ്ങാട് സ്വദേശിയായ സിദ്ധാർത്ഥ് എന്നുള്ള വിദ്യാർത്ഥിയാണ്. അതായത് സീനിയർ വിദ്യാർത്ഥിനികളുടെ കൂടെ കോളേജിലെ ഒരു പരിപാടിയിൽ നൃത്തം ചെയ്തു എന്നതിന്റെ പേരിൽ 100 കണക്കിന് വിദ്യാർത്ഥികൾ നോക്കി നിൽക്കെ പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിൽ വെച്ച് ഈ കുട്ടിയെ വിവസ്ത്രനാക്കി ക്രൂരമായി മർദ്ദിച്ച് ഇരുമ്പ് ദണ്ട് കൊണ്ടും ബെൽറ്റ് കൊണ്ടുമെല്ലാം ക്രൂരമായി മർദ്ദിച്ച് നിരവധി ശാരീരിക ക്ഷതമാണ് ഏൽപ്പിച്ചത്. ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രാർത്ഥനയും ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയുമായിരുന്ന ഒരു കുഞ്ഞിനെയാണ് SFI നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ തല്ലിക്കൊന്നത്. എന്തൊരു ക്രൂരതയാണ്! അവിശ്വസനീയമായ ക്രൂരതയാണ്. SIയുടെ കർണപുടം അടിച്ചു പൊട്ടിക്കാൻ മടി കാണിക്കാത്തവരെ അവരെ മുഴുവൻ സംരക്ഷിക്കുക. ഞങ്ങളെ ഞെട്ടിച്ചത് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ ഡീൻ അടക്കമുള്ള അധ്യാപകർ പലരും ഇത് മറച്ചു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുകയും ബന്ധുക്കൾ വന്ന് അന്വേഷിക്കുമ്പോൾ ഈ വിവരങ്ങൾ, അക്രമം നടന്ന വിവരം പുറത്തു പറയരുത് എന്ന് നിർബന്ധിക്കുകയുമാണ് ചെയ്തത്. ഈ പ്രതികളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അവർ ഈ സംഭവം നടന്ന് ഒരാഴ്ച കോളേജിലുണ്ടായിരുന്നു, ക്യാമ്പസിലുണ്ടായിരുന്നു. കുട്ടികൾക്ക് മുഴുവൻ അറിയാം ഇവരാണ് ക്രൂരമായി മർദ്ദിച്ചതെന്ന്. എന്നിട്ട് ചില അധ്യാപക സംഘടനാ നേതാക്കന്മാരുടെ പിൻബലത്തോടുകൂടി ഈ പ്രതികളെ മുഴുവൻ ആ ക്യാമ്പസിൽ, കേരളത്തിലൊരു ക്യാമ്പസിലാണ് ഒരു കുഞ്ഞിന് ഈ ദുരന്തമുണ്ടായത് എന്ന് നമ്മൾ അറിയണം. വീട്ടിലേക്ക് വരാൻ വേണ്ടി ആറ്റുകാൽ പൊങ്കാലയിൽ പങ്കെടുക്കാൻ വേണ്ടി വീട്ടിലേക്ക് വന്ന കുട്ടിയെ കൊച്ചിയിൽ വെച്ച് തിരിച്ചു വിളിച്ച് അത്യാവശ്യമുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞ് ക്യാമ്പസിൽ കൊണ്ടുപോയിട്ടാണ് ഈ ക്രൂരമായ മർദ്ദനത്തിന് വിധേയമാക്കിയത്. കുറച്ചു നാൾ മുമ്പ് കൂട്ടുകാരായ ആളുകൾ തിരുവനന്തപുരത്ത് വരണമെന്ന് പറഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് അവരെ കൂട്ടിക്കൊണ്ടുവന്ന് തിരുവനന്തപുരം മുഴുവൻ കാണിച്ച് വീട്ടിൽ, ഈ കുഞ്ഞിന്റെ വീട്ടിൽ കൊണ്ടുപോയി അവരെ താമസിപ്പിച്ച് അവന്റെ അമ്മ വിളമ്പിക്കൊടുത്ത ഭക്ഷണം കഴിച്ചവരാണ് ഈ പ്രതികളായിട്ടുള്ള ആളുകൾ. കണ്ണീരോടുകൂടിയാണ് ഇന്നലെ അമ്മ ഞങ്ങളോട് രണ്ടുപേരോടും ഈ കാര്യങ്ങൾ പറഞ്ഞത്. ആ വീട്ടിൽ കുറച്ചു ദിവസം മുമ്പ് വന്ന് താമസിച്ച് അമ്മ വിളമ്പിക്കൊടുത്ത ഭക്ഷണം കഴിച്ചവനാണ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ അമ്മയുടെ മകനെ ക്രൂരമായി കൊന്നത്. എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു ക്രിമിനലുകളുടെ സംഘമായി കേരളത്തിലെ CPM നേതാക്കൾ ഈ SFIയെ വളർത്തിക്കൊണ്ടുവരികയാണ്. ക്രൂരന്മാരുടെ സംഘമായിട്ട് വളർത്തിക്കൊണ്ടിരിക്കണം. ആരെയും എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിലും നമുക്ക് മനസ്സിലാക്കാം. കോളേജിൽ ഒരു ഡാൻസ് ചെയ്തതിന്റെ പേരിലാണ് ഒരു കുട്ടിയെ, ഒരു കലാകാരനായ കുട്ടിയെ, ചിത്രകാരനായ കുട്ടിയെ, മിടുമിടുക്കനായ കുട്ടിയെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. ഇത് അടിയന്തരമായി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി ഈ യഥാർത്ഥ പ്രതികളെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നില്ലെങ്കിൽ അതിശക്തമായ സമരവുമായി ഞങ്ങൾ എല്ലാവരും രംഗത്തിറങ്ങും എന്ന് ഞാൻ ഈ അവസരത്തിൽ മുന്നറിയിപ്പ് തരികയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, UDFന്റെ ഉഭയകക്ഷി ചർച്ചകൾ എല്ലാം പൂർത്തിയായി. ആ ചർച്ചകളുടെ ഭാഗമായി 16 സീറ്റിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മത്സരിക്കും. മലപ്പുറത്തും പൊന്നാനിയിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മത്സരിക്കും. കൊല്ലത്ത് RSPയും
കോട്ടയത്ത് കേരള കോൺഗ്രസ് ജോസഫ് മത്സരിക്കും. ഞങ്ങൾ മുസ്ലിം ലീഗുമായി നടത്തിയ ചർച്ചയിൽ മൂന്നാമതൊരു സീറ്റ് കൂടി തരണം എന്നവർ ആവശ്യപ്പെട്ടിരുന്നു, അവർ അഭ്യർത്ഥിച്ചിരുന്നു. മൂന്നാമത്തെ സീറ്റിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് പൂർണ്ണമായ അർഹത ഉണ്ട് എന്ന് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ വിലയിരുത്തൽ. എന്നാൽ ഇന്നത്തെ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ പുതിയൊരു സീറ്റ് അവർക്ക് കൊടുക്കാനുള്ള പ്രായോഗികമായ ഞങ്ങളുടെ പ്രയാസങ്ങൾ ഞങ്ങൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അപ്പൊ ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ മനസ്സിലാക്കി ആ മൂന്നാമത്തെ സീറ്റ് നിർബന്ധിക്കേണ്ട എന്ന് യൂണിയൻ മുസ്ലിം ലീഗ് തീരുമാനമെടുത്തു. അതുപോലെ തന്നെ രാജ്യസഭാ സീറ്റിൽ ഒരു അറേഞ്ച്മെന്റ് കൂടി ഞങ്ങൾ ചെയ്യാം. സ്വാഭാവികമായിട്ടും അടുത്ത രാജ്യസഭാ സീറ്റ് വരുമ്പോൾ ഒരു സീറ്റ് പ്രതിപക്ഷത്തിന് കിട്ടണം, അത് കോൺഗ്രസിന് കിട്ടേണ്ടതാണ്. അത് ഞങ്ങൾ മുസ്ലിം ലീഗിന് കൊടുക്കും. അതിനുശേഷം വരുന്ന പിന്നത്തെ സീറ്റ് അത് കോൺഗ്രസ് എടുക്കും. ഭരണത്തിൽ സാധാരണ UDF എത്തുമ്പോൾ 3 സീറ്റ് കോൺഗ്രസിനും 2 സീറ്റ് മുസ്ലിം ലീഗിനുമാണ് ഉണ്ടാകാറുള്ളത്. അത് തീർച്ചയായും ആ 2 സീറ്റ് മുസ്ലിം ലീഗിന് UDF ഭരണത്തിലെത്തുമ്പോൾ ഉറപ്പുവരുത്തുന്ന കാര്യവും നേരത്തെ ഉണ്ടായിരുന്നതാണ്. 3-2 ചെയ്തിരുന്നത്. 6 ഭരണപക്ഷത്തിന് കിട്ടും, അതിൽ 3 കോൺഗ്രസും 2 ലീഗിനുമാണ് കൊടുക്കാറുള്ളത്. അത് മെയിൻറ്റെയിൻ ചെയ്യും ഗവൺമെന്റ് അധികാരത്തിൽ. ഈ ഒരു അറേഞ്ച്മെന്റ് ആണ് ചെയ്തിരിക്കുന്നത്. അവര് തീർച്ചയായിട്ടും അവരുടെ പ്രവർത്തകരും അവരുടെ നേതാക്കളും ഒരു മൂന്നാമത്തെ ഒരു സീറ്റ് വേണം എന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു, അവരാഗ്രഹിച്ചിരുന്നു. ഞങ്ങൾക്ക് കൊടുക്കണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പ്രത്യേകമായ സാഹചര്യവും ചില അറേഞ്ച്മെന്റ്സും ഞങ്ങൾക്ക് അതിനുള്ളൊരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടായി. അവരെ അർഹതയെ ഞങ്ങൾ ഒരിക്കലും ചോദ്യം ചെയ്യില്ല. അവർക്ക് പൂർണ്ണമായ അർഹതയുണ്ട്. വളരെ ഭംഗിയായി മുസ്ലിം ലീഗ് അടക്കമുള്ള എല്ലാ ഘടകകക്ഷികളും സമയോചിതമായി ഉണർന്നു പ്രവർത്തിക്കുകയും അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഞങ്ങളുമായിട്ട് വളരെ വിശദമായ ചർച്ചകളിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തെങ്കിലും UDFന്റെ ഐക്യം കൂടുതൽ ഊട്ടിയുറപ്പിക്കുകയും കൂടുതൽ ശക്തമായി ഒരു ഇന്ത്യ മുന്നണി രാജ്യത്ത് അധികാരത്തിൽ വരുന്നതിന്, കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയിട്ടുള്ള കൂട്ടായ പ്രവർത്തനം നടത്തി 20-ൽ 20 സീറ്റും വാങ്ങിച്ചെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തണം എന്നാണ് UDFന്റെ പൊതുവായ തീരുമാനം. ഇനി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടക്കും. അപ്പോൾ അത് പ്രസിഡന്റ്, KPCC പ്രസിഡന്റ് നിങ്ങളെ പിന്നീട് അതിന്റെ വിശദാംശങ്ങൾ എല്ലാം അറിയിക്കും. അത് നമ്മൾ ഇന്ന് തന്നെ അതിലേക്ക് കടക്കുകയാണ്. അതിന്റെ പ്രാഥമികമായ ചർച്ചകളും മറ്റു കാര്യങ്ങളിലേക്ക് നടക്കുകയാണ്. ഇതിന്റെ വിശദാംശങ്ങൾ ഞാനല്ല പറയേണ്ടത്, KPCC പ്രസിഡന്റാണ്. ഞാൻ UDF ചെയർമാൻ എന്നുള്ള നിലയിലാണ് UDFലെ കാര്യങ്ങൾ സൂചിപ്പിച്ചത്. അദ്ദേഹം എല്ലാവരുമായിട്ട് ആലോചിച്ച്, ദേശീയ നേതൃത്വവും കൂടി ആലോചിച്ച് നിങ്ങളെ എത്രയും പെട്ടെന്ന് അറിയും. തീർച്ചയായിട്ടും അവര് ഞങ്ങൾ പറഞ്ഞല്ലോ, അന്ന് ഞങ്ങൾ തമ്മിലൊരു ധാരണയായെങ്കിലും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വിദേശത്തായതുകൊണ്ട് അദ്ദേഹം തിരിച്ചെത്തി. അദ്ദേഹവുമായിട്ട് ആലോചിച്ചിട്ട് വേണം അവർക്കത് പറയാൻ എന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾക്കും ദേശീയ നേതൃത്വവുമായിട്ട് ആശയവിനിമയം നടത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു. അല്ലാതെ ഒന്നും ഒളിച്ചു വെച്ചതല്ല. അന്ന് ഈ 2 അപ്രൂവൽ കിട്ടാതെ അവർക്കും പറയാൻ പറ്റില്ല, ഞങ്ങൾക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അത് വെളിപ്പെടുത്താതെ ഞങ്ങളത് ഇന്ന് പറയാം. ഇന്നലെ പറയേണ്ടതാണ്. അപ്പൊ ഇന്നലെ അവരുടെ മീറ്റിംഗ് നടന്നില്ല, ഇന്നാണ് അവരുടെ മീറ്റിംഗ്. അതെ. അതുകൊണ്ട് അങ്ങനെ അവര് നമ്മുടെ രാജ്യസഭ അടുത്ത പ്രാവശ്യം നമുക്ക് തരും എന്നതുകൊണ്ട് മാത്രം അവർക്ക് പിന്നീട് UDF ഭരണത്തിലെത്തുമ്പോൾ സാധാരണ കിട്ടാറുള്ള 2 ഒരു കുറവും വരുത്തില്ല. ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, ഇതിൻ്റെ അകത്ത് അടുത്ത രാജ്യസഭ സീറ്റ് കോൺഗ്രസിന് കിട്ടേണ്ടതാണ്. അത് ഞങ്ങൾ ലീഗിന് കൊടുക്കും. പിന്നീട് വരുന്നത് ഞങ്ങൾ എടുക്കും. അപ്പൊ അടുത്തത് അവർക്ക് 2 ഞങ്ങൾ ഉറപ്പുവരുത്തും. സാധാരണ പ്രതിപക്ഷത്തുള്ളപ്പോ 1 ലീഗിനുണ്ടാകാറുള്ളത്. ഇപ്രാവശ്യം അത് ഈ 2 വർഷം മുമ്പ് തന്നെ 2 കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അപ്പോ എല്ലാ പ്രാവശ്യവും UDF അധികാരത്തിൽ ഇരിക്കുമ്പോൾ കോൺഗ്രസിന് 3
ലീഗിന് 2 ആ ലീഗിന്റെ 2 ഉണ്ടെന്ന് ഞങ്ങൾ അപ്പോൾ ഉറപ്പുവരുത്തും. അല്ല, അതൊക്കെ കേരളത്തിലെ എല്ലാ സമുദായങ്ങളും ഇപ്പോ ഞങ്ങൾ 16 പേര് മത്സരിക്കുകയാണ്. കോൺഗ്രസിന്റെ 16 പേര്. മനസ്സിലായില്ല? അത് ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ ഷെഡ്യൂള് KPCC പ്രസിഡന്റ് ദേശീയ നേതൃത്വമായിട്ട് സംസാരിച്ചിട്ട് ഇന്ന് തന്നെ നിങ്ങൾ അറിയിക്കും. ഞങ്ങൾ ചർച്ചയിലേക്ക് കടക്കുകയാണ് ഇന്ന്. അതുകൊണ്ടെന്താ അല്ല, കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും പരസ്പരം കൂടിയാലോചിച്ചതിന് ശേഷം എടുത്ത തീരുമാനമാണ്. ദേശീയ നേതൃത്വത്തിന്റെ അംഗീകാരത്തോടുകൂടി എടുത്ത തീരുമാനം. ഇന്ന് ദേശീയ നേതൃത്വം ഇവിടെ വരുന്നുണ്ട്. അല്ല, എന്താ ചോദിച്ചേ? അല്ല, സമയാവണല്ലേ. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തിട്ട് പോലും ഇല്ലല്ലോ. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തിട്ട് പോലും ഇല്ലല്ലോ. ഇപ്പൊ 5 ദിവസം മുമ്പാണ് LDF ചർച്ച പൂർത്തിയാക്കിയത്. അതുകൊണ്ടെന്താ ഏതിന്റെ സ്ഥാനാർത്ഥികളല്ലേ? ഞങ്ങൾക്ക് നല്ല കൃത്യമായ ധാരണ ആ കാര്യത്തെ കുറിച്ചുണ്ട്. ഒരു ടെൻഷനും വേണ്ട. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ദേശീയ പാർട്ടിയല്ലേ, നമുക്ക് ഒരു പ്രൊസീജിയർ ഉണ്ട്. ആദ്യം സ്ക്രീനിങ് കമ്മിറ്റി കൂടുക, പിന്നെ ഞങ്ങളിവിടെ ഒരു പ്രാഥമികമായ ചർച്ചകളെല്ലാം നടത്തിയിട്ടുണ്ട്. സ്ക്രീനിങ് കമ്മിറ്റി കൂടുമ്പോൾ KPCC പ്രസിഡന്റും ഞാനും അതിൽ പങ്കെടുക്കും. ഞങ്ങൾ ഇവിടുത്തെ നേതാക്കന്മാരുമായി നടത്തിയ ചർച്ചകൾ അവിടെ പറയും. അവരൊരു റിപ്പോർട്ട് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിക്ക് കൊടുക്കും. അപ്പോൾ ഞങ്ങൾ കരുതുന്നത് നാളെ തന്നെ ഈ സെൻട്രൽ ഇലക്ഷൻ ഈ സ്ക്രീനിങ് കമ്മിറ്റി കൂടാൻ പറ്റുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അത് കൂടിക്കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് അവിടെ പോയാൽ അവിടെ എപ്പോൾ വേണമെങ്കിലും സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി വിളിക്കാം. വിളിച്ച് ഞങ്ങൾ കൂടി അതിൽ പങ്കെടുത്ത അപ്പോൾ തീരുമാനം വരും. എല്ലാം റെഡിയാണ്. അല്ലല്ല, പാനൽ സമർപ്പിക്കുന്ന ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ട് കൊടുക്കുമെന്നാണ്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുമായി ഞങ്ങൾ എല്ലാവരും നടത്തിയ റിപ്പോർട്ട് ഞങ്ങൾ 2 പേരും KPCC പ്രസിഡന്റ്, ഞാൻ പങ്കെടുക്കും എന്നല്ല, KPCC പ്രസിഡന്റ് അത് അവിടെ അവതരിപ്പിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ റിപ്പോർട്ട് തയ്യാറാക്കി, അത് എല്ലാ പ്രാവശ്യവും നടക്കുന്ന പ്രോസസ്സാണത്. കണ്ണ നിങ്ങള് അങ്ങനെ ചോദിക്കില്ലേ? KPCC പ്രസിഡന്റ് ഇപ്പൊ ലോകസഭാ അംഗമാണല്ലോ അദ്ദേഹം ലോകസഭയിൽ ഇരുന്നിട്ട് ഇടയ്ക്ക് രാജ്യസഭയിലേക്ക് നോക്കാറുണ്ട് അതിന്റെ മുമ്പിൽ കൂടി പോകുമ്പോ. അത്രയല്ല. ഇതൊക്കെ അടിസ്ഥാനരഹിതമായ വാർത്തകളാണ്. KPCC പ്രസിഡന്റിന് മത്സരിക്കണമോ വേണ്ടയോ എന്ന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള പ്രയാസം അല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം KPCC പ്രസിഡന്റ് സ്ഥാനവും ഇതും കൂടി ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ ആ ജോലി തിരക്കാണ് അദ്ദേഹം പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അത് പാർട്ടി അതിനെക്കുറിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കും. അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് അതിൻ്റെ അകത്ത് മുഖ്യം. അദ്ദേഹവുമായിട്ട് സംസാരിച്ച് അദ്ദേഹവുമായിട്ട് കൂടിയാലോചിച്ചു. പിന്നെ പാർട്ടി പറയുന്ന ഏത് കാര്യങ്ങളും ചെയ്യുമെന്ന് അദ്ദേഹം ഇതിനു മുമ്പേ വളരെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. അതൊക്കെ പാർട്ടി നേതൃത്വം തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞങ്ങൾ 2 പേരും കൂടി ഇവിടെ വന്നിരുന്ന് മാധ്യമപ്രവർത്തകരുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ട കാര്യങ്ങളല്ലല്ലോ. നിങ്ങളൊക്കെയുള്ള പ്രശ്നം എന്താണെന്നറിയാം, നിങ്ങൾക്ക് ആ മുഖാമുഖത്തിനൊക്കെ അടിച്ചു പുറത്തിറക്കി നിങ്ങളെല്ലാവരും. നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. 50 മിനിറ്റ് മുഖ്യമന്ത്രി വന്ന് പത്രസമ്മേളനം നടത്തി, 8 മിനിറ്റ് കൈരളിക്കാരെ കൊണ്ടും